ഞങ്ങളിലേക്കങ്ങു വന്നിടുവാൻ ഞങ്ങൾ അങ്ങിലൊന്നാകുവാൻ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് ദൈവത്തിൻ്റെ സ്നേഹം ഈ ഭൂമിയിലേക്ക് അവിടുന്ന് അയച്ചത് നമ്മളെ അവനെ ആരാധിക്കുവാനായി, അവനെ പുകഴ്ത്തുവാനായി നമ്മളിലേക്ക് അവൻ്റെ ആത്മീയ ശക്തി അയച്ചതുകൊണ്ടാണ്. നമ്മളിൽ കുടികൊള്ളുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് യേശുവിനെ ആരാധിക്കാൻ കഴിയുന്നത് നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ടോ നമ്മുടെ പഠനങ്ങൾ മൂലം ലഭിച്ച അറിവ് കൊണ്ടോ അല്ല. അതിനപ്പുറത്ത് അവൻ്റെ തന്നെ ചൈതന്യമായ പരിശുദ്ധാത്മാവ് നമുക്കോരോരുത്തർക്കും നൽകുന്ന പ്രചോദനമനുസരിച്ചാണ് നമുക്ക് അവിടുത്തെ ആരാധിക്കാൻ സാധിക്കുക. ഒരു നിമിഷം നമുക്ക് യേശുവിനെ ആരാധിക്കുവാന്, ദൈവം തന്നെയായ ക്രിസ്തുവിനെ ആരാധിക്കുവാന് അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ചോദിക്കാം. നമ്മുടെ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും അവനെ ആരാധിക്കാനുള്ള കൃപ ഈ നിമിഷം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് ശക്തിയില്ല, നമുക്ക് സ്വയം കഴിവില്ല അവിടുത്തെ ആരാധിക്കുവാന്. അവിടുത്തെ ആരാധിക്കുവാനുള്ള ശക്തിയും കഴിവും പ്രചോദനവും അവന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനായി നമ്മുടെ കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചാരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ ദൈവമേ, മഹത്വം മഹത്വം കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങൾ അവിടുത്തെ പുകഴ്ത്തുന്നു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. ഞങ്ങളെ ആരാധിക്കുന്നതിന് വിമുഖമായി നിൽക്കുന്ന ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ദുഷ്പ്രവണതകളെയും ഈ നിമിഷം അവിടെ നിന്ന് എടുത്തു മാറ്റണമേ. ജഡിക മോഹങ്ങളും ഈ ലോകഭേദങ്ങളും ഈ ലോക സമ്പാദ്യത്തോടുള്ള അമിതമായ ആവേശവും നിന്നെ ആരാധിക്കുന്നതിൽ നിന്നും ഞങ്ങൾക്ക് പലപ്പോഴും തടസ്സമാകുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് വന്ന് അവിടുത്തെ ആത്മാവിന്റെ ശക്തിയാൽ അങ്ങയുടെ പ്രിയപുത്രനായ ദൈവത്തെ ആരാധിക്കാൻ ശക്തി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങൾ ഇറങ്ങുന്നതിന് വേണ്ടി സിഗിയോൻ മാളിക മുകളിൽ പരിശുദ്ധ അമ്മ സ്ത്രീഹന്മാരോടൊത്ത് പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ അമ്മയെ ഈ നിമിഷം ഞങ്ങൾക്ക് തിരുക്കുമാരനെ ആരാധിക്കാൻ, ദൈവം തന്നെയായ മിശിഹായെ ആരാധിക്കാൻ ശക്തി തന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, മനമുയർത്തി, ഹൃദയമുയർത്തി അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും സ്നേഹത്തോടെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗങ്ങളും രോഗപീഠകളും ദൂരെ മാറ്റുന്നവൻ അങ്ങേക്ക് ആരാധന. ആരാധന, എല്ലാവരും ചേർന്ന് ആരാധന, ആരാധന, സ്വരമുയർത്തി ആരാധന. ആരാധന, ആരാധന. എല്ലാ രോഗങ്ങളും എല്ലാ പീഡകളും സമർപ്പിച്ച് സ്വരമുയർത്തി ആരാധിക്കുക. ആരാധന, ആരാധന.
നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അവിടുത്തെ കരങ്ങളിൽ അർപ്പിക്കാം. നമ്മൾ പലപ്പോഴും രോഗികളായി തീരുന്നത് നമ്മുടെ ജീവിത രീതികളാണ്. ഈ ലോകം ഏറ്റവും വിഷമയമായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ രോഗാവസ്ഥയിലെത്തുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലൂടെയാണ്. അവൻ അവിടുന്ന് ആശീർവദിക്കുമ്പോൾ, നമ്മൾ കുടിക്കുന്നതും നമ്മൾ ഭുജിക്കുന്നതും ആശീർവദിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ നിന്നും രോഗം അകന്നു പോകും. പ്രാർത്ഥനാപൂർവം എന്തും ഭക്ഷിക്കാൻ, പാനം ചെയ്യാൻ അവൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ലഭിച്ച, ഈ ലോകത്തിൽ ലഭിച്ച ആഹാര പദാർത്ഥങ്ങളെ ഓർത്ത് നന്ദി പറയാതെ ഭുജിച്ചിട്ടുണ്ട്, ഭക്ഷിച്ചിട്ടുണ്ട്. അവിടെ പലപ്പോഴും നമുക്കത് നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന പലതരത്തിലുള്ള എൻസൈമുകളും ഹോർമോണുകളും ചേർന്ന് ഈ വിഷമയമായ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള രോഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ക്യാൻസർ, വൃക്കയ്ക്ക് കുഴപ്പങ്ങള്, പ്രമേഹം, പാൻക്രിയാസ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുന്ന രീതിയിലുള്ള പല മരുന്നുകളും നമ്മൾ കഴിക്കുന്നുണ്ട് ഈ രോഗങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി. എന്നാൽ അവന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായും സമർപ്പിക്കാം, പൂർണ്ണമായ സൗഖ്യത്തിനായി. പലപ്പോഴും പലരും ഉദരഫലം ലഭിക്കാതെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അവിടുന്ന് സമ്മാനമായിട്ടാണ് മക്കളെ നൽകുന്നത്. ഉദരഫലം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ, നഷ്ടമാകാതിരിക്കാൻ അവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇസഹാക്ക് പ്രാർത്ഥിച്ചു, റബേക്ക പ്രാർത്ഥിച്ചു. അവരുടെ ജീവിതത്തിലെ ദൈവം അനുഗ്രഹം നൽകി. നമ്മളുടെ ചുറ്റുപാടുമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മൾ ആരെങ്കിലും ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഉദരഫലം ലഭിക്കാതെ, മക്കളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നെങ്കിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായകരോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഉദരഫലം നഷ്ടമാവുകയില്ലെന്ന് ആരാധിച്ചാലെന്റെ ദൈവമേ. ആരാധന 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 എല്ലാ കഷ്ടങ്ങളും, എല്ലാ നഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വേദന വരുത്തിയിട്ടുണ്ട്. കഷ്ടനഷ്ടങ്ങളെ ഓർത്ത് ഇന്നും ദുഃഖിക്കുന്നവരും വിലപിക്കുന്നവരുമായി നമ്മൾ ഈ ദേവാലയത്തിലെ അൾത്താരയുടെ മുമ്പില് അപ്പത്തിന്റെ രൂപത്തിൽ കടന്നു വന്ന ഈശോയുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. അനുഗ്രഹത്തിന്റെ, സമൃദ്ധിയുടെ, സമ്പന്നതയുടെ, വലിയ ആത്മീയ നിറവിന്റെ ദിനങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കൈപിടിച്ച് നടത്തണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കഷ്ടങ്ങളും കഷ്ടനഷ്ടങ്ങളും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന. ഈ നിമിഷം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ചാണ്ടിയച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ തൈലാഭിഷേകത്താൽ കൂടുതൽ ശക്തിയുള്ളവരാക്കി തീർക്കാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്കൊരു നിമിഷം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ബൈക്ക് ആക്സിഡന്റില് ക്ഷതം സംഭവിച്ചിട്ട് ഒരു 28 ദിവസമാകുന്നേയുള്ളൂ. വളരെ ആരോഗ്യവനായി വളരെ തീഷ്ണതയോടെ ഈ ശുശ്രൂഷയിൽ അച്ഛൻ കടന്നു വന്നിരിക്കുകയാണ്. അച്ഛന് കൂടുതൽ സൗഖ്യം ഈ നിമിഷങ്ങളിൽ കർത്താവ് നൽകുവാൻ, കൈക്കേറ്റ ക്ഷതങ്ങളെല്ലാം വളരെ വേഗം സുഖം പ്രാപിക്കാൻ നമ്മുടെ കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തെ തുടരണമേ. പരിപൂർണ്ണമായ സൗഖ്യം ഈ നിമിഷം അവിടെ നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനായ യേശു മിശിഹായുടെ കൃപയാൽ ഇന്ന് മക്കൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. അവിടുത്തെ ശക്തി അഭിഷേകവും ഈ മക്കൾ ഓരോരുത്തരിലും വന്നിറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ അനുഗ്രഹമായ നമ്മള് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മക്കളും കർത്താവിന്റെ കൃപയാന്നറിയാൻ പഠന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവര്, പഠിക്കുമ്പോൾ മനസ്സിലിരിക്കാത്തവര്, പഠിക്കാൻ താല്പര്യമില്ലാത്തവര്, ഏതെങ്കിലും പഠന വൈകല്യമുള്ള എല്ലാവരെയും കർത്താവ് തുടർന്ന് ഈ നിമിഷം എല്ലാ വിദ്യാർത്ഥികളിലും പകർന്നു കൊടുക്കുന്ന നിമിഷമാണ്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. നന്ദി ദൈവമേ, മഹത്വം. എല്ലാ തരത്തിലുള്ള ബന്ധനവും ഈ നിമിഷങ്ങളിൽ അകന്നു പോകും. തൈലാഭിഷേകത്താല് നമ്മളെ തൈലം പൂശി പ്രാർത്ഥിക്കുമ്പോൾ ആജ്ഞയായി അവിടുന്ന് നമ്മളിലേക്ക് കടന്നു വരും. കരമടിച്ചുകൊണ്ട് അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാം, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാം. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാം, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാം. ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാം, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാം, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാം, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാം. കഴുകണമേ കഴുകണമേ തിരുദിനത്താൽ കഴുകണമേ, കഴുകണമേ കഴുകണമേ തിരുദിനത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാം, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാം, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാം, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാം. കഴുകണമേ കഴുകണമേ തിരുദിനത്താൽ കഴുകണമേ, കഴുകണമേ കഴുകണമേ തിരുദിനത്താൽ കഴുകണമേ. ശുദ്ധീകരിക്കുന്ന നിമിഷമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈ നിമിഷം സ്വീകരിക്കും. എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും അവൻ നമ്മെ സജ്ജീകരിക്കും. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവൻ നമ്മെ വിമോചിപ്പിക്കും. ആഗ്രഹത്തോടെ, വലിയ വിശ്വാസത്തോടെ സ്തുതിച്ച് അവനെ പ്രാർത്ഥിക്കാം. കരമടിച്ചുകൊണ്ട് ഹൃദയം ഉയർത്തി നീ ശുദ്ധീകരിച്ചിടുന്നു, വിശുദ്ധ ശ്രീവായ നീ മുദ്രിതമായിരുന്നു, തൈലാഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിടുന്നു, വിശുദ്ധ ശ്രീവായ നീ മുദ്രിതമായിരുന്നു, പാപം നിർമ്മലമായിരുന്നു,
നിന്റെ ദേഹദേഹിയുമീ നിമിഷം ആപാദം നന്മനമായിടുന്നു. നിന്റെ ദേഹദേഹിയുമീ നിമിഷം കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ തിരുമൊഴിയായി വരും ശുദ്ധീകരിക്കാൻ കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. നാം ഓരോരുത്തരും കടന്നു ചെല്ലുന്നിടം പവിത്രീകരിക്കപ്പെടുവാൻ നമ്മൾ ഇറങ്ങിപ്പോന്ന നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മുടെ പാദസ്പർശനം ആ ഭവനത്തെ തൊടുമ്പോൾ നമ്മളിലുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഭവനത്തിലുള്ള എല്ലാ അശുദ്ധിയിലേക്ക് ശുദ്ധീകരിക്കും. നമ്മളുടെ ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷമാണ്, ശക്തിയാൽ നിറയ്ക്കുന്ന നിമിഷമാണ്. ആഗ്രഹത്തോടെ ക്ഷമിച്ച് പാപങ്ങളെ കുറിച്ച് അനുദപിച്ച് പശ്ചാത്താപത്തോടെ പ്രാർത്ഥിക്കുക, അവൻ അനുഗ്രഹിക്കും. പാദസ്പർശനത്താൽ നീ ചെല്ലുന്നിടമെല്ലാം നിന്നിലെ ആത്മാവാൽ ശുദ്ധീകരിച്ചിടും. നിൻ പാദസ്പർശനത്താൽ നീ ചെല്ലുന്നിടമെല്ലാം നിന്നിലെ ആത്മാവാൽ ശുദ്ധീകരിച്ചിടും. ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ, ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ തിരുവഴിയായി വരും ശുദ്ധീകരിക്കാൻ കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. ഭക്തിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ തിരുമൊഴിയായി വരും ശുദ്ധീകരിക്കാൻ കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. യേശുവിന്റെ വിലയേറിയ തിരുരക്തം ഇപ്പോഴും നമ്മളെ കഴുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മുടെ നെറ്റിയിലെ പൂശുന്ന വിശുദ്ധ തൈലത്താല് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതെങ്കിലും സാഹചര്യം നമ്മളെ ഇതിനു മുമ്പ് അലട്ടിയിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവൻ എടുത്തു മാറ്റുന്നു. വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലർക്കും പല അസ്വസ്ഥതകൾ
ഭയം, ഉറക്കം തോന്നാത്ത അവസ്ഥ, വീട്ടില് ഇരിക്കണം തോന്നില്ല, എങ്ങനെ ഇറങ്ങി പോകണം തോന്നും, ഈ വീട്ടിൽ വിൽക്കണം തോന്നും, ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, അങ്ങനെ പലതരത്തിലുള്ള തോന്നലുകൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഈ ഓഫീസിലാണല്ലോ ഞാൻ ജോലി ചെയ്യുന്നത്, ഈ മേലധികാരിയാണല്ലോ ഇന്നും എനിക്ക് കാണാൻ പറ്റുന്നത് എന്ന ചിന്തയിലൂടെ വ്യസനിക്കുന്ന ഹൃദയങ്ങൾ, ഇവിടെയെല്ലാം കർത്താവ് നിനക്ക് ആശ്വാസം തരും. നിന്റെ ഭവനം നിനക്ക് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഇടമാക്കി അവിടുന്ന് മാറ്റും. ഇന്ന് വരെ നീ അനുഭവപ്പെട്ട നിന്റെ ഭവനത്തെക്കുറിച്ച്, നിന്റെ ചുറ്റുപാടുകളെ കുറിച്ച് നീ ചിന്തിച്ച എല്ലാ തരത്തിലുള്ള വ്യതകളും നിന്ന് എടുത്തു മാറ്റും. നിന്റെ ആശ്രമം നിനക്ക് അനുഗ്രഹമായി തീരും, നിന്റെ സഭ നിനക്ക് അനുഗ്രഹമായി തീരും, നിന്റെ ദേശം നിനക്ക് അനുഗ്രഹമായി തീരും. അവിടെ നിനക്ക് അസഹ്യമായി തോന്നുന്ന എല്ലാ പ്രയാസങ്ങളും ഇപ്പോൾ കർത്താവ് എടുത്തു മാറ്റും. വിശ്വസിച്ചുകൊണ്ട് അവന് നന്ദി പറഞ്ഞുകൊണ്ട് കരമേറി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ അനർത്ഥങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ ഭാരങ്ങളും, എല്ലാ ഇഷ്ടക്കേടുകളും എല്ലാം യേശുവിന്റെ നാമത്തില് നീങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ കുർബാന ആശീർവാദത്തിനായിട്ട് നമുക്ക് മുട്ടുകുത്താം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പ്രത്യേകിച്ചും നമ്മുടെ ഭവനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ ഇടവകയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ലോകം മുഴുവനിലുമുള്ള സർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരോരോരുത്തരും അനുഗ്രഹം പ്രാപിക്കുന്നതിനായിട്ട്. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, യേശുവേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.